കോൺഫ്ലവർ ആഡ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഗ്രേവി വേണമെങ്കിൽ ഇതിൽ തന്നെ ഈ കൺസിസ്റ്റൻസിൽ ഇടാം. ഇത്തിരി ജ്യൂസ് പോലെ തന്നെ വെള്ളം കറി പോലെ ആവണുണ്ട്. കറിയല്ല, എന്നാലും ഫ്രൈ അല്ലാത്ത രീതിയിലാണ് ഞാൻ മുളക് പൊടി ഞാൻ കറിയാക്കാൻ പോകുന്നത്. ആഡ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ ഉപ്പോ പൊടി അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളപ്പം കുഴപ്പമൊന്നുമില്ല. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫിഷ് ചിക്കൻ ആഡ് ചെയ്ത് വയ്ക്കാൻ നോക്കുന്നത്. അത് ആഡ് ചെയ്ത് ഓയിൽ ഒഴിച്ചിട്ട് കരിയൊക്കെ ഉണ്ടത് ഇട്ട് പൊരിച്ചെടുക്കാം. പിന്നെ മീൻ കായം പറ്റാതെ ഈ ചട്ടി തന്നെയാണ് മീൻകറി വെക്കുന്നത്. മീൻകറിയിലേക്ക് സാധാ പോലെ തന്നെ ഇത്തിരി കൂടി വെള്ളം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചെടുക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടി ചപ്പ് ഇട്ടെടുത്തു, മണ്ണിട്ടെടുത്തു, ഉലുവ ഇട്ടെടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് 4-5 ഫിഷ് നല്ലോണം പൊരിഞ്ഞ് കുറുക്കി കിട്ടുന്ന രീതിയിൽ ബട്ടൂർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബട്ടൂർ തക്കാളി പച്ചക്കറി ഇട്ടെടുക്കാം. നല്ലോണം പൂരിനൊക്കെ വട്ടത്തിൽ പറ്റിയതിന് ശേഷം ഈ കട്ടി ഉള്ള ഓയിലേക്ക് ഇട്ടിട്ട് സമൂസ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്യാം. അതിലേക്ക് തിളച്ച ഓയിലിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചപ്പും പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഇല നല്ലോണം വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി പിന്നെ മക്കൾക്ക് ഞാനിന്ന് സ്നാക്സിനും സ്നാക്സിനും ബട്ടൂർ അതിനകത്താക്കിയത്. ലഞ്ച് അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടും, സ്നാക്സ് മാത്രം മതി. നമുക്ക് പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഇല, അതായത് ബാബിൻ്റെ മോക്കും എൻ്റെ മോക്കും മതി. എൻ്റെ മോനും ബാബിനും എൻ്റെ മക്കൾക്കും സ്നാക്സൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കും. ലഞ്ചും കൊടുക്കും. മക്കൾക്ക് മദ്രസ കിട്ടുന്നതിന് ഹാപ്പി സ്നാക്സ് ഞങ്ങൾ വീട്ടിൽ കൊടുക്കില്ല കേട്ടോ. ബട്ടൂറിന് കൊടുക്കാൻ വിചാരിച്ചു. വലിയ ബട്ടൂർ ചൂടോടെ കഴിക്കണം. നമുക്കിങ്ങനെ എന്താ പറയുക, ഇല വാട്ടി കൊടുക്കാം വേണ്ടിയിട്ട് ഇല ബാബി ബട്ടൂർ ഓരോന്നായിട്ട് ഞാനിങ്ങനെ പൊരിക്കുന്നുണ്ട്. ബാബി അവിടെ ഇങ്ങനെ ഇല വാട്ടുന്നുണ്ട്. മക്കളിങ്ങനെ പൂരി കഴിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്.